ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 2-ാം ഞായറിൽ യോഹന്നാൻ 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രവിക്കും. അതിൻ്റെ ഒരു ലഘുവ്യാഖ്യാനം നൽകുകയാണ്. ഈ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ ക്രിസ്തുവിനെ സംബന്ധിച്ച സാക്ഷ്യം നൽകുന്നതാണ് വ്യക്തമാക്കപ്പെടുന്നത്. യോഹന്നാൻ സുവിശേഷത്തിന്റെ അഥവാ 4-ാം സുവിശേഷത്തിന്റെ ആമുഖത്തിൽ സ്നാപക യോഹന്നാനെ വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ വന്ന ഒരുവനായിട്ടും സാക്ഷ്യം നൽകുന്ന ദൗത്യം നിർവഹിക്കുന്നവനുമായിട്ടാണ് വിവരിക്കപ്പെടുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ പ്രസംഗിക്കുന്ന യോഹന്നാനെയാണ് നാം കണ്ടുമുട്ടുന്നത്. എന്നാൽ 4-ാം സുവിശേഷത്തിൽ പ്രസംഗകന് പകരം യേശുവിന് സാക്ഷ്യം നൽകുന്നവനായിട്ടാണ് യോഹന്നാനെ നാം കാണുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാന്റെ സാക്ഷ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2 വിഭാഗങ്ങൾക്കാണ് സാക്ഷ്യം നൽകപ്പെടുന്നത്. ഒന്ന് യഹൂദർക്ക് നൽകപ്പെടുന്ന സാക്ഷ്യവും 2 ലോകത്തിന് നൽകപ്പെടുന്ന സാക്ഷ്യവും. യോഹന്നാൻ ആരാണെന്ന് ഗ്രഹിക്കുവാൻ യഹൂദർ പുരോഹിതരെയും ലേവ്യരെയും യോഹന്നാന്റെ അടുക്കലേക്ക് അയക്കുന്നു. സുവിശേഷത്തിലെ കേന്ദ്ര കഥാപാത്രമായ യേശുവിന്റെ അസ്തിത്വം വെളിപ്പെടുത്തുന്നതിന് മുന്നോടിയായി യോഹന്നാൻ ആരാണെന്ന് വായനക്കാർക്ക് ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമമാണ് 4-ാം സുവിശേഷകൻ ഇവിടെ നടത്തുന്നത്. 3 ചോദ്യങ്ങളാണ് സ്നാപക യോഹന്നാനെ സംബന്ധിച്ച് അയക്കപ്പെട്ടവർ ഉയർത്തുന്നത്. 1, നീ ക്രിസ്തുവാണോ? ഇവിടെ സവിശേഷമായ ഒരു വിഷയം ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പ്രസ്തുത ചോദ്യം പ്രത്യക്ഷമായി ഉന്നയിക്കപ്പെടുന്നില്ല എങ്കിലും ഞാൻ ക്രിസ്തുവല്ല എന്ന ഉത്തരം നിശബ്ദമാക്കപ്പെട്ട ചോദ്യത്തിന് യോഹന്നാൻ നൽകുന്നുണ്ട്. യഹൂദർ ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരുന്നതായി ഈ ചോദ്യം പറയാതെ പറഞ്ഞു വയ്ക്കുന്നു. ഞാൻ അല്ല എന്ന യോഹന്നാന്റെ നിഷേധാത്മക മറുപടിക്ക് വ്യക്തിപരമായി പിന്നീട് ഞാൻ ആകുന്നു എന്ന് യേശു വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിലൂടെ യേശുവിന്റെ വ്യക്തിത്വം 4-ാം സുവിശേഷകൻ വെളിപ്പെടുത്തുന്നു. ഞാൻ ആകുന്നില്ല ക്രിസ്തു എന്ന് യോഹന്നാനും ഞാൻ ആകുന്നു ക്രിസ്തുവെന്ന് യേശുവും നിലപാടെടുക്കുമ്പോൾ വ്യത്യസ്തമായ 2 വ്യക്തിത്വത്തെ സുവിശേഷകൻ വളരെ കൃത്യമായി ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. നീ ഏലിയായാണോ എന്നതാണ് 2ാമത്തെ ചോദ്യം. ഇപ്രകാരം ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുവാൻ തക്കതായ ഒരു കാരണം യഹൂദർക്കുണ്ടായിരുന്നു. ക്രിസ്തു വരുന്നതിന് മുൻപ് ഏലിയ വരും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. മലാക്കി 4:5 കാണുക. ഈ ചോദ്യത്തിന് പ്രത്യുത്തരമായി യോഹന്നാൻ നൽകുന്നത് ഞാൻ ഏലിയ അല്ല എന്നതാണ്. സമാന്തര സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ച് മത്തായി 11:14 സ്നാപക യോഹന്നാൻ ഏലിയ ആണെന്ന് യേശു പറഞ്ഞു വെക്കുന്നു. ഞാൻ ഏലിയ അല്ലെന്ന് യോഹന്നാനും യോഹന്നാനാണ് ഏലിയ എന്ന് യേശുവും പറയുമ്പോൾ വായനക്കാർ ഈ ഉത്തരങ്ങളിൽ ഒരു വൈരുദ്ധ്യം കണ്ടെത്താൻ നിർബന്ധിതരാകുകയാണ്. ഇത് ദൂരീകരിക്കുവാൻ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. 4-ാം സുവിശേഷത്തിൽ സംസാരിക്കുന്നത് യോഹന്നാനാണെങ്കിൽ സമാന്തര സുവിശേഷങ്ങളിൽ സംസാരിക്കുന്നത് യേശുവാണ്. യേശു യോഹന്നാനെ ഏലിയയായി അവതരിപ്പിക്കുമ്പോൾ യോഹന്നാന് താൻ ഏലിയ ആണെന്ന അവബോധമില്ല. മൂന്നാമതായി ഉയർത്തപ്പെടുന്ന ചോദ്യമാണ്, നീ പ്രവാചകനാണോ?
മൂന്നാമത്തെ ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. കാരണം മോശയെ പോലെ വലിയൊരു പ്രവാചകനെ യഹൂദർ പ്രതീക്ഷിച്ചിരുന്നു. നിയമാവർത്തനം 18:15 മുതൽ 19 വരെ. ഈ ചോദ്യവും നിഷേധിക്കപ്പെടുന്നു. ക്രിസ്തുവും ഏലിയായും പ്രവാചകനുമല്ല ഞാൻ എന്ന് യോഹന്നാൻ പറയുമ്പോൾ പിന്നെ താൻ ആരാണ് എന്ന് വെളിപ്പെടുത്തേണ്ട ബാധ്യത യോഹന്നാനുണ്ട്. ഏശയ്യാ 40:3 ഉദ്ധരിച്ചുകൊണ്ട് യോഹന്നാൻ തന്റെ വ്യക്തിത്വം നിർവചിക്കുന്നു. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ സ്വരം ആണ് യോഹന്നാൻ. എളിമയോടെ സ്വയം അംഗീകരിക്കുകയും യേശുവിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കുകയും ചെയ്യുന്ന യോഹന്നാൻ ഉത്തമ സാക്ഷി തന്നെയാണ്. യഹൂദർക്കുള്ള സാക്ഷ്യത്തിന് ശേഷം യോഹന്നാൻ ലോകസമക്ഷം നൽകുന്നതാണ് രണ്ടാമത്തെ സാക്ഷ്യം. യേശു ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാണ് യോഹന്നാൻ ലോകത്തിനു മുമ്പിൽ സാക്ഷ്യം നൽകുന്നത്. പ്രസ്തുത സാക്ഷ്യത്തിൽ അടങ്ങിയിരിക്കുന്ന 2 പദപ്രയോഗങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, പാപം. ഏകവചനത്തിലാണ് പാപം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 4-ാം സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു പാപമേ നിലനിൽക്കുന്നുള്ളൂ. അതാകട്ടെ യേശു ക്രിസ്തുവാകുന്നു എന്ന വെളിപ്പെടുത്തൽ നിഷേധിക്കുന്നതാണ്. യേശു ദൈവപുത്രനാണ്, ക്രിസ്തുവാണ് എന്ന് നിഷേധിക്കുന്നതാണ് ഒരേ ഒരു പാപം. 2, ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ പദപ്രയോഗത്തിന്റെ പിന്നിൽ 2 പഴയ നിയമ പ്രതീകങ്ങളുണ്ട്. ഒന്ന്, പെസഹ കുഞ്ഞാട്. 4-ാം സുവിശേഷകൻ മാത്രമാണ് യേശുവിന്റെ കുരിശ് മരണത്തെ പെസഹ കുഞ്ഞാടിന്റെ ബലിയുമായി ബന്ധിപ്പിക്കുന്നത്. പാപ പരിഹാരത്തിന്റെ പ്രതീകമായി പെസഹ കുഞ്ഞാടിന്റെ ബലി നിലകൊള്ളുമ്പോൾ യേശുവിന്റെ കുരിശ് മരണം വിശ്വമോചനത്തിന്റെ പ്രതീകമായി മാറുന്നു. ദൈവത്തിന്റെ കുഞ്ഞാട് എന്നതിന് രണ്ടാമതായി നൽകപ്പെടുന്ന പഴയ നിയമ പ്രതീകം ഏശയ്യാ പ്രവാചകന്റെ സഹനദാസനാണ്. ഏശയ്യാ 42 മുതലുള്ള അധ്യായങ്ങൾ, പ്രത്യേകിച്ച് 53:7 കാണുക. യേശു കടന്നു പോകുന്ന സഹനമാണ് ലോകരക്ഷയുടെ അടയാളം. സഹനമാണ് രക്ഷയുടെ ഏക മാർഗവും. പ്രിയമുള്ളവരെ, യോഹന്നാൻ യഹൂദർക്കും ലോകത്തിനും ക്രിസ്തുവിന് സാക്ഷിയായി നിലകൊള്ളുന്നു. യഹൂദർക്ക് മുന്നിൽ താൻ അല്ല ക്രിസ്തുവെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ക്രിസ്തുവിലേക്ക് നയിക്കുന്നു. ക്രിസ്തു സഹനത്തിലൂടെ ലോകരക്ഷ സാധ്യമാക്കും എന്ന സാക്ഷ്യമാണ് പെസഹ കുഞ്ഞാട് സഹനദാസൻ യോഹന്നാൻ ലോകത്തിന്റെ മുൻപിൽ നൽകുന്നത്. ഈ സുവിശേഷ ഭാഗം ഇന്നിന്റെ ശ്രോതാക്കളുടെ മുന്നിലും യോഹന്നാന്റെ മുന്നിൽ ഉയർത്തപ്പെട്ട വെല്ലുവിളികൾ പ്രതിഷ്ഠിക്കുന്നുണ്ട്. തനിക്ക് നേരെ ഉയർത്തപ്പെട്ട ചോദ്യശരങ്ങളെ വിനീതമായ വ്യക്തിത്വ തിരിച്ചറിവിലൂടെ ക്രിസ്തുവല്ല, ഏലിയ അല്ല, പ്രവാചകനല്ല എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ അഭിമുഖീകരിച്ചു. ലോകജനതയ്ക്ക് മുൻപിൽ യേശുവിന്റെ രക്ഷാകര ദൗത്യം യോഹന്നാൻ വെളിപ്പെടുത്തി. ഇന്ന് നമുക്കും നിർവഹിക്കാനുള്ളത് ഈ ഒരു ദൗത്യമാണ്. നമ്മുടെ വ്യക്തിത്വത്തെ എളിമയോടെ അംഗീകരിക്കുകയും എല്ലാവരെയും ക്രിസ്തുവിലേക്ക് നയിക്കുകയും ക്രിസ്തു പീഡാനുഭവത്തിലൂടെ കൈവരിച്ച രക്ഷയ്ക്ക് സാക്ഷ്യം വയ്ക്കുകയും ചെയ്യുക. യേശുവിനെ പ്രസംഗിക്കുക എന്നതിലുപരി അവിടുത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ നാം ക്ഷണിക്കപ്പെടുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.